വെക്കേഷൻ ആയല്ലേ, വെറുതെ വീട്ടിലിരുന്ന് കളിച്ച് അടിച്ചു പൊളിച്ച് സമയം കളയണോ, അതോ ക്രിയേറ്റീവായി സ്വന്തമായി ബിസിനസ് ആരംഭിച്ച് ഈ ഒരു കുട്ടിക്കാലത്ത്, ഈ ഒരു അവധിക്കാലത്ത് സ്വന്തമായി ബിസിനസ് ആരംഭിച്ച് 4 കാശ് സമ്പാദിക്കണോ? ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടിയാണ്. ഈ വീഡിയോ കാണുന്ന കുട്ടികൾ ഈ ഐഡിയ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ അവധിക്കാലം നിങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ കഴിയും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. വളരെ വലിയ രീതിയിലുള്ള മുതൽ മുടക്കൊന്നും ഇല്ലാതെ തന്നെ കുട്ടികൾക്കും വളരെ എളുപ്പമായി ചെയ്യാൻ കഴിയുന്ന ബിസിനസ് ആശയങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ആദ്യത്തെ ബിസിനസ് ആശയമാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ബനാന ചിപ്സ് ബിസിനസ്. രുചികരമായ ബനാന ചിപ്സിന് പേര് കേട്ട ഒരു സ്ഥലമാണ് കേരളം. വിനോദസഞ്ചാരികൾക്കും അന്യ സംസ്ഥാനത്തുള്ളവർക്കും ഇന്ത്യക്ക് പുറത്തുള്ളവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണ് ബനാന ചിപ്സ്. ആധുനിക വിപണിയുള്ള ഒരു പരമ്പരാഗത ഉൽപ്പന്നമാണ് ബനാന ചിപ്സ്. വെറും 2000 രൂപ മുതൽ 5000 രൂപ വരെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് വളരെ എളുപ്പം നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ്. എനിക്കറിയാം കുട്ടികളുടെ കയ്യിൽ കാശൊന്നും ഉണ്ടാകില്ല. പാരന്റ്സിന്റെ സപ്പോർട്ട് കൂടി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. ഇത്തരത്തിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ ഈ ഒരു അവധിക്കാലം നിങ്ങൾക്ക് എന്നും നല്ലൊരു ഓർമ്മ തരുന്ന നല്ലൊരു അനുഭവമായിരിക്കും. ഈ ഒരു 2000 രൂപ മുതൽ 5000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു തുകയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളും വാങ്ങാൻ സാധിക്കും. അതായത് ഫ്രൈയിങ് പാൻ, സ്ലൈസർ, ഈ ഒരു ബനാന ചിപ്സ് വറുക്കുന്നതിന് ആവശ്യമായ ഓയിൽ, പഴം, അതുപോലെ തന്നെ ഈ ഒരു ചിപ്സ് പാക്ക് ചെയ്യാൻ ആവശ്യമായ പാക്കിംഗ് സാമഗ്രികൾ എന്നിവയെല്ലാം ഈ ഒരു 2000 രൂപ മുതൽ 5000 രൂപ എന്നൊരു തുകയ്ക്കുള്ളിൽ നമുക്ക് വാങ്ങാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിൽ നിന്ന് എത്ര രൂപയാണ് ലാഭം ലഭിക്കുന്നത് നോക്കാം. വിനോദസഞ്ചാരികൾ കൂടുതൽ വരുന്ന ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ഓൺലൈനായോ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. പ്രതിദിനം നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ 700 രൂപ മുതൽ 1000 രൂപ വരെ സമ്പാദിക്കാൻ സാധിക്കും. എസ്പെഷ്യലി ഇതൊരു കുട്ടിയാണ് ചെയ്യുന്നതെങ്കിൽ ഇതൊരു വലിയ തുകയാണ്. നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു ബിസിനസ് ചെയ്ത് ഈ ഒരു തുക നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നൽകുമ്പോൾ അവർക്കും അതൊരു വലിയൊരു സന്തോഷമായിരിക്കും. വെറുതെ ഒന്നും നമുക്ക് ചാടിക്കേറി ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കില്ല. പ്രധാനമായും നമ്മൾ ഫുഡ് റിലേറ്റഡ് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിന് കുറച്ച് ലൈസൻസുകൾ ആവശ്യമുണ്ട്. അതിനാവശ്യമായ ലൈസൻസുകൾ എന്താണെന്ന് നമുക്കിനി നോക്കാം. FSSA ലൈസൻസ് നമുക്ക് അത്യാവശ്യമാണ്. ഇനി നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാൻ ആവശ്യമായ റോ മെറ്റീരിയൽസ്, അതായത് അസംസ്കൃത വസ്തുക്കൾ എന്താണെന്ന് നോക്കാം. ബനാന ചിപ്സ് ബിസിനസ് ആണ്, അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട വസ്തുവാണ് പഴം. നമുക്ക് എന്തായാലും ബനാന ചിപ്സ് ഫ്രൈ ചെയ്യാൻ ബനാന ആവശ്യമാണ്. വറുക്കുന്നതിനായി ഫ്രൈയിങ് പാൻ, അത് മാത്രമല്ല ഇത് ചിപ്സ് ഉണ്ടാക്കിയതിനു ശേഷം അത് പാക്ക് ചെയ്യുന്നതിന് ആവശ്യമായ സാമഗ്രികൾ എന്നിവ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ് വളരെ സിമ്പിൾ ആയി വീട്ടിലിരുന്ന് തന്നെ ആരംഭിക്കാവുന്നതാണ്. രണ്ടാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബിസിനസ് ആശയമാണ് പരിസ്ഥിതി സൗഹൃദ പേപ്പർ പേന നിർമ്മാണം. നമ്മളുടെ പരിസ്ഥിതി ദിനം പ്രതി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക്കിന്റെ അമിത ഉപയോഗം കാരണം പരിസ്ഥിതി മുഴുവനായി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു, പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നു, വൻകിട കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു, പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, അങ്ങനെ ഒത്തിരി മലിനീകരണമാണ് നമ്മുടെ പരിസ്ഥിതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിൽ പ്ലാസ്റ്റിക് ഉപേക്ഷിച്ച് ഇത്തരത്തിലുള്ള പേപ്പർ പേന നിർമ്മാണം വളരെ വലിയ രീതിയിലുള്ള ഒരു ബിസിനസ് ആശയമാണ്. വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ കുട്ടികൾക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് ആശയമാണിത്. 2500 രൂപ മുതൽ 6000 രൂപ വരെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഈ ഒരു പേന ബിസിനസ് ആരംഭിക്കുമ്പോൾ നമുക്ക് എത്ര രൂപയാണ് ഇനി ലാഭം ലഭിക്കുന്നത് നോക്കാം. ഒരു പേന നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ ആ ഒരു പേനയിൽ നിന്ന് നിങ്ങൾക്ക് 4 രൂപ മുതൽ 8 രൂപ വരെ ലാഭം ലഭിക്കുന്നു. ഒരു ദിവസം 50 മുതൽ 100 പേനകൾ വരെ നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രതിദിനം 400 രൂപ മുതൽ 800 രൂപ വരെ സമ്പാദിക്കാൻ കഴിയും. ഇനി ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ ആവശ്യമായ ലൈസൻസ് എന്താണെന്ന് നോക്കാം. ചെറുകിട വ്യാപാരങ്ങൾക്ക് ലൈസൻസ് ഒന്നും തന്നെ ആവശ്യമില്ല. പക്ഷേ കൈകൊണ്ട് നിർമ്മിച്ച ഉൽപ്പന്ന യൂണിറ്റുമായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ എന്താണെന്ന് നോക്കാം. പത്രം, മഷി റീഫില്ലുകൾ, ഗം. പിന്നെ വേണ്ടത് പച്ചക്കറി വിത്തുകളാണ്. നമുക്ക് ഈസിയായി ലഭിക്കുന്ന തക്കാളി വിത്ത്, പയർ വിത്ത്, അത്തരത്തിലുള്ള വിത്തുകളും അതിനുള്ളിൽ വെക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു പേന ഉപയോഗിച്ച് വലിച്ചെറിയുമ്പോൾ ഒരു ചെടിയും അതിനോടൊപ്പം വളർന്നു വരികയാണ്. പരിസ്ഥിതി സൗഹൃദമായ നല്ലൊരു ബിസിനസ് ആശയമാണിത്. പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നത് വളരെ നല്ലൊരു ഐഡിയ ആയിരിക്കും. മൂന്നാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബിസിനസ് ആശയമാണ് ടൂറിസ്റ്റ് സൈക്കിൾ വാടക. നമ്മൾ സാധാരണ യാത്ര ചെയ്യുമ്പോൾ കാണാറുള്ള ഒരു കാര്യമാണ് പ്രകൃതിയെ സ്നേഹിക്കുന്ന, യാത്രയെ സ്നേഹിക്കുന്നവർ സൈക്കിൾ സവാരി ചെയ്യുന്നത്. നമ്മുടെ കേരളം എടുത്ത് നോക്കുകയാണെങ്കിൽ വയനാട്, ഫോർട്ട് കൊച്ചി, ട്രിവാൻഡ്രം പോലുള്ള സിറ്റികളിലും അതുപോലെ തന്നെ ടൂറിസ്റ്റ് സ്പോട്ടുകളിലെല്ലാം സൈക്കിൾ സവാരി വളരെ സുലഭമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മളുടെ ബിസിനസ് സാധ്യത. ടൂറിസ്റ്റ് സൈക്കിൾ വാടക, അതായത് ടൂറിസ്റ്റുകൾക്ക് സൈക്കിൾ വാടകയ്ക്ക് നൽകുന്ന ബിസിനസ്. ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ നിക്ഷേപം 10,000 രൂപ മുതൽ 15,000 രൂപ വരെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. 2 or 3 സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ വാടകയ്ക്ക് എടുക്കുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ ചെയ്താൽ നമുക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. ഈ ഒരു ബിസിനസ് ആരംഭിച്ചാൽ നമ്മൾക്ക് ലഭിക്കുന്ന ലാഭം
ഒരു സൈക്കിളിന് പ്രതിദിനം നമുക്ക് 200 രൂപ മുതൽ 300 രൂപ വരെ റെന്റായി ലഭിക്കുന്നു. അങ്ങനെ ഒരു മാസത്തിൽ നമുക്ക് എത്ര സവാരി, അതായത് എത്ര പേരാണോ നമ്മളിൽ നിന്ന് ഈ ഒരു സൈക്കിൾ റെന്റിന് എടുക്കുന്നത്, അതിനനുസരിച്ച് നമുക്ക് പണം കൂടുതൽ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇനി ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ നിയമ നടപടികൾ എന്താണെന്ന് നോക്കാം. പ്രാദേശിക ടൂറിസ്റ്റ് വകുപ്പിൽ നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നോ ഉള്ള അനുമതി ഉണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് വളരെ ലളിതമായി ആരംഭിക്കാവുന്നതാണ്. ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ എന്താണെന്ന് നോക്കാം. സൈക്കിളുകൾ, ലോക്കുകൾ, ഹെൽമറ്റുകൾ, ബുക്കിംഗിനായുള്ള ഒരു ലോഗ് ബുക്ക് അല്ലെങ്കിൽ മൊബൈൽ ആപ്പ്, ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സുലഭമായി ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. നാലാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബിസിനസ് ആശയമാണ് ലൈം ആൻഡ് കുലുക്കി സർബത്ത് സ്റ്റോൾ. കേരളത്തിൽ വളരെ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പാനീയമാണ് കുലുക്കി സർബത്ത്. അപ്പോൾ ഈ ഒരു ബിസിനസ് എങ്ങനെ ആരംഭിക്കാമെന്ന് നമുക്ക് നോക്കാം. കേരളത്തിന്റെ കാലാവസ്ഥ ഇപ്പോഴത്തെ ചൂട് അതികഠിനമാണ്. ഈ ചൂട് കാലത്ത് ആൾക്കാരെ ഒന്ന് കൂളാക്കാൻ ഒരു കുലുക്കി സർബത്ത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലാവസ്ഥയിൽ വളരെ അനുയോജ്യമായ ഒരു ബിസിനസ് ആശയമാണ് ലൈം ആൻഡ് കുലുക്കി സർബത്ത് ബിസിനസ്. വെറും 3000 രൂപ മുതൽ 5000 രൂപ വരെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ ഈ ബിസിനസ് ഐഡിയ നിങ്ങൾക്കുള്ളതാണ്. ഇനി ഈ ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന ലാഭം എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ദിവസം നിങ്ങൾ 20 കപ്പ് മുതൽ 50 കപ്പ് വരെ വിൽക്കുകയാണെങ്കിൽ പ്രതിമാസം നിങ്ങൾക്ക് 3000 രൂപ മുതൽ 5000 രൂപ വരെ ലാഭം ലഭിക്കുന്നു. ഇനി ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ ലൈസൻസ് എന്താണെന്ന് നോക്കാം. പഞ്ചായത്ത് ഭക്ഷണശാല പെർമിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. ഇനി ഈ ബിസിനസ് ആരംഭിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ എന്താണെന്ന് നോക്കാം. നാരങ്ങ, പഞ്ചസാര സിറപ്പ്, സോഡ, പുതിന, ഐസ് എന്നിവയുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ വളരെ സുലഭമായി വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഈ ബിസിനസ് ആരംഭിക്കാം. അഞ്ചാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബിസിനസ് ആശയമാണ് ജൂട്ട് ബാഗ് പെയിന്റിംഗ് ബിസിനസ്. പെയിന്റിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് ആശയമാണ് ജൂട്ട് ബാഗ് പെയിന്റിംഗ് ബിസിനസ്. പ്രാദേശിക കരകൗശല മേളകളിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയകൾ വഴിയും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. വെറും 2000 രൂപ മുതൽ 4000 രൂപ വരെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ സുലഭമായി നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. ഈ ഒരു ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് എത്ര രൂപയാണ് ലാഭം ലഭിക്കുന്നത് നോക്കാം. ഒരു ബാഗിന് ഏകദേശം 80 രൂപ മുതൽ 180 രൂപ വരെ നിങ്ങൾക്ക് ലാഭമായി ലഭിക്കുന്നു. അങ്ങനെ എത്ര ബാഗുകൾ നിങ്ങൾ വിൽക്കുന്നോ അത്രയും ബാഗുകളിലെ പൈസ നിങ്ങൾക്ക് ലാഭമായി ലഭിക്കുന്നു. നിങ്ങൾ ചെറിയ രീതിയിലാണ് ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതെങ്കിൽ യാതൊരു ലൈസൻസിന്റെയും ആവശ്യമില്ല. ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ എന്താണെന്ന് നോക്കാം. ജൂട്ട് ബാഗുകൾ, തുണി, പെയിന്റുകൾ, സ്റ്റെൻസിലുകൾ, ഡിസൈൻ ആശയങ്ങൾ എന്നിവയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായി ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. ഇന്ന് ഈ വീഡിയോയിലൂടെ കുട്ടികൾക്ക് വളരെ ലളിതമായി വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ വീട്ടിൽ ആരംഭിക്കാൻ കഴിയുന്ന 5 ബിസിനസ് ആശയങ്ങളാണ് ഞാൻ പറഞ്ഞത്. കുക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് ബനാന ചിപ്സ്, അതുപോലെ തന്നെ കുലുക്കി സർബത്ത് എന്നിങ്ങനെയുള്ള വളരെ രസകരമായ ബിസിനസ്സുകൾ ആരംഭിക്കാവുന്നതാണ്. പെയിന്റിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ജൂട്ട് ബാഗ് പെയിന്റിംഗ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പരിസ്ഥിതി സൗഹൃദ പേന നിർമ്മിക്കാവുന്നതാണ്. കുട്ടികൾ ഈ അവധിക്കാലം കൂടുതൽ പ്രൊഡക്റ്റീവായി എൻജോയ് ചെയ്യട്ടെ. ഇത് കാണുന്ന പാരന്റ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവർ ഈ ഒരു അവധിക്കാലം കൂടുതൽ എൻജോയ് ചെയ്യട്ടെ. ഇനി ഏത് തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. നമുക്ക് അത്തരത്തിലുള്ള വീഡിയോസും ചെയ്യാവുന്നതാണ്. പിന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. Bosswala. Be the boss.